ഹലോ ഗൈസ്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി A25 5G. നമുക്കിതിൻ്റെ ബോക്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് യെല്ലോ കളറിലുള്ള 8GB റാമും 128GB മെമ്മറിയുമുള്ള ഗാലക്സി A25 ആണെന്ന് കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടുതൽ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് സ്മാർട്ട് ഫോൺ ആണെങ്കിലും നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ബോക്സിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. ചാർജിങ് കേബിളും സിം എജക്ടർ ടൂളും പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് മാത്രമേ ബോക്സിൽ പിന്നീട് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഫോൺ എടുത്ത് കവർ തുറന്ന് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് യെല്ലോ കളറിൽ വരുന്ന ഗാലക്സി A25 5G എന്ന സ്മാർട്ട് ഫോൺ. ആദ്യമായി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 120Hz റിഫ്രഷ് റേറ്റും 1000 nits ബ്രൈറ്റ്നസ്സും വരുന്ന 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. LTPO ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് തന്നെ 60Hzഉം 120Hzഉം എന്നുള്ള രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്ന ഈ ഫോണിന് 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് വരെ അവൈലബിൾ ആണ്. UI വരുന്നത് 1 UI ആണ്. ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 15ലേക്കുള്ള അപ്ഡേറ്റ് വന്നു കിടക്കുന്നതായിട്ട് കാണാം. സാംസങ്ങിൻ്റെ 5nm ചിപ്സെറ്റായ Exynos 1280യും മാലിയുടെ G68 GPUമാണ് ഇതിന് കരുത്തേക്കുന്നത്. 4GB 6GB 8GB എന്നീ റാം ഓപ്ഷനിൽ വരുന്ന ഇതിൻ്റെ സ്റ്റോറേജ് ഓപ്ഷനായി വരുന്നത് 128GBയും 256GBയുമാണ്. 5000 mAh ബാറ്ററിക്ക് 25 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു. ടോട്ടൽ പ്ലാസ്റ്റിക് ബിൽഡിൽ വരുന്ന ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് പവർ ബട്ടണിലാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സും ഹെഡ്സെറ്റ് കുത്താനുള്ള 3.5mm ഓഡിയോ ജാക്കും ഇതിൽ അവൈലബിൾ ആണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് മെയിൻ ക്യാമറ സെറ്റപ്പിൽ വരുന്നത്. അതിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ വൈഡ് ആംഗിൾ ലെൻസും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് വരുന്നത്. മെയിൻ ലെൻസിന് PDAFഉം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 30 FPS 4K വീഡിയോസും 60 FPS വരെയുള്ള ഫുൾ HD വീഡിയോസും ഇതുവഴി നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സെൽഫി ക്യാമറയെ കൊടുത്തിരിക്കുന്നത് 13 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ്. ഇതുവഴി 30 FPS ഫുൾ HD വീഡിയോയും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. യെല്ലോ, ബ്ലൂ ബ്ലാക്ക് എന്നീ കളർ ഓപ്ഷനിലാണ് ഗാലക്സി A25 5G അവൈലബിൾ ആയിട്ടുള്ളത്. സാംസങ്ങിൻ്റെ തനത് 1 UI തന്നെയാണ് A25ഉം വന്നിരിക്കുന്നത്. അധികം ബ്ലോട്ട് വൈസ് ഒന്നുമില്ലാത്ത ഒരു നല്ല എക്സ്പീരിയൻസ് അത് നൽകുന്നുണ്ട്. സ്മൂത്തായിട്ടുള്ള ആനിമേഷനും 120Hz റിഫ്രഷ് റേറ്റും അതിന് ഒരു മികച്ച പിന്തുണ നൽകുന്നുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ടുള്ള സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സിം ട്രേ പരിശോധിക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഡ്യുവൽ സിം ഇടാം, അല്ലെങ്കിൽ സിംഗിൾ സിമ്മായിട്ട് യൂസ് ചെയ്ത് മെമ്മറി കാർഡും ഇതിനകത്ത് ഇട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ക്യാമറ ആപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ 1 UIയിൽ വരുന്ന ക്യാമറ ഇൻ്റർഫേസ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. പോർട്രേറ്റ്, ഫൺ, വീഡിയോ, ഫോട്ടോ, സ്ലോ മോഷൻ വീഡിയോ എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മോഡ്സ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട് ക്യാം വഴി പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് ഫേസ് ഡിറ്റക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പോർട്രേറ്റ് എഫക്റ്റ് നൽകുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇതിലെടുത്ത ഫോട്ടോസും വീഡിയോസും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗാലക്സി A25 30 FPS 4K റെസൊല്യൂഷനുള്ള വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ HD റെസൊല്യൂഷനിൽ 60 FPS വരെയുള്ള വീഡിയോസ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കേൾക്കാവുന്നതാണ്. സ്റ്റെബിലിറ്റി മോഡിൽ അത്യാവശ്യം ഇത്രയും സ്റ്റേബിളായിട്ടുള്ള വീഡിയോസ് ഇതിൽ ലഭിക്കുന്നതാണ്. സെൽഫി ക്യാമറയിൽ എടുത്തിരിക്കുന്ന
30 FPS ഫുൾ HD വീഡിയോയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി പരിശോധിക്കുമ്പോൾ സാംസങ്ങിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഇത് നൽകുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ലെങ്കിലും അത്യാവശ്യം ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഹൈ ലെവൽ പീക്ക് ഗ്രാഫിക്സ് ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഡിസ്പ്ലേയുടെ താഴെ കാണുന്ന തടിച്ച ബെസലും യു ഷേപ്ഡ് ക്യാമറ കട്ടൗട്ടും ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡൊക്കെ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ഫോണിന് തരുന്നത്. സോ ഓവറോൾ ഒരു പ്രീമിയം ലുക്കുള്ള നല്ലൊരു മിഡ് റേഞ്ച് ഫോണാണ് സാംസങ് A25 5G. നമുക്ക് ഇന്നിവിടെ ഈ ഫോൺ റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് സെലൻട്രിക് മൊബൈൽസ് എന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്